പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷത്തിലെ ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത ഉള്ള ഗ്രഹം ശുക്രൻ, അസുരാചാര്യൻ. ആ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിൽ നിന്നും തൻ്റെ സുഹൃക്ഷേത്രമായ മിഥുനത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചാര പഥം കേവലം 26 ദിനങ്ങൾ മാത്രമാണ്. സ്വാഭാവികമായും ശുക്രൻ രാശിചാരം ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് 1 മാസം 45 ദിവസമൊക്കെയാണ്. ഇവിടെ 26 ദിവസം കൊണ്ടാണ് ശുക്രൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ശുക്രൻ്റെ മിഥുന രാശിയിലേക്കുള്ള പ്രവേശനം എപ്രകാരം ഓരോ രാശിക്കാർക്കും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചു, ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹം ശുക്രൻ മാത്രമേ ഉള്ളൂ. ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, സ്ത്രീ, ഗേൾ ഫ്രണ്ട്സ്, ഭൗതിക സുഖം, സെക്സ്, ഇതൊക്കെ ശുക്രൻ്റെ കാരകധർമ്മങ്ങളാണ്. പാട്ട്, സംഗീതം, തൗരിത്രികം, സംഗീത ഉപകരണങ്ങൾ, അപ്രകാരം എക്സ്പ്രസീവായ ഏത് വസ്തുക്കളും, വാങ്ങലും കൊടുക്കലും വ്യാപാരവും, ഗാംബ്ലിംഗ്, ക്രയവിക്രയ കുശലഹ എന്നൊരു ഫലം തന്നെ ശുക്രന് പറഞ്ഞിരിക്കുന്നു. അപ്രകാരം ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ഈ ശുക്രൻ ഇനി മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന വിഷയമാണ് നിങ്ങളുമായി നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത് 1200 കർക്കടക മാസം 10-ാം തീയതിയാണ്. അതായത് 2025 ജൂലൈ മാസം 26-ാം തീയതി. ജൂലൈ 26-ാം തീയതി കാലത്ത് 9 മണിക്കാണ് ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നിന്നും 26 ദിനങ്ങൾ മിഥുന രാശിയിലാണ്. പലപ്പോഴും മിഥുനത്തിൽ ശുക്രൻ്റെ ആശ്രയഫലം വളരെ നല്ലതാണ്. നൃപകൃത്യകരഃ അർത്ഥവാൻ കലാവിത് മിഥുനേ. മിഥുനത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ നൃപകൃത്യകരഃ, രാജാവിൻ്റെ പല കർമ്മങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. സാമ്പത്തികമായി അദ്ദേഹത്തിന് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നെന്ന് പറയുന്നു. കലാവിത്, കലയെ അറിയും. കലയെ അറിയുന്ന രാശിയാണ് മിഥുനൻ രാശി. ഗേയവാദ്യകലാസു നിപുണഃ, പാട്ടും കൂത്തും കലകളിലും നൈപുണ്യം പ്രകടിപ്പിക്കുന്ന രാശിയാണ് മിഥുനൻ രാശി. അവിടെ ശുക്രൻ പ്രവേശിക്കുമ്പോൾ ധാരാളം നന്മകൾ വിഷ്വൽ മീഡിയ ആയി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നു. അതിനാൽ പാട്ടുകാർ, കലാകാരന്മാർ, ഗായകർ, നർത്തകർ, ഇവർക്കൊക്കെ തന്നെ സ്റ്റേജ് ആങ്കറിങ് ചെയ്യുന്ന വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം നന്മകൾ ചെയ്യും. പലർക്കും ശുക്രൻ വളരെ ശക്തമായി നിൽക്കുന്ന ശുക്രൻ പലപ്പോഴും ലോട്ടറി ലക്ക് വരും. ഉദാഹരണമായി കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ, ധനാധിപനായ ശുക്രനാണ് 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ധാരാളം കാശ് വരും. ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. ലോട്ടറി, ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്ന ശുക്രൻ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും. അതിനാൽ വളരെ സൂക്ഷിച്ച ഒരു രാശിക്കാരുടെയും ഫലം നാം പറയും, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ മനസ്സിലാക്കണം, കർക്കിടകൻ രാശിക്കാർക്ക് ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് 4-ാം ഭാവമാണ്, മറ്റൊന്ന് 11-ാം ഭാവം, ലാഭഭാവം. ഇവിടെ 4-ാം ഭാവാധിപനായ ഗ്രഹം 12-ൽ നിൽക്കുമ്പോൾ അമ്മാവന്മാർ, മരുമക്കൾ, വാഹനം, ആഡംബരം, സുഖഭോഗങ്ങൾ, ജലം, വീട്, ഇതിനൊക്കെ തന്നെ അത്ര ഗുണമുള്ളൊരവസ്ഥ സംജാതമാക്കില്ല ഈ 12-ാം ഭാവത്തിലെ ശുക്രൻ. 12-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ഏത് ഗ്രഹങ്ങളും 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെ ദോഷമാണ്. അത് ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും. പക്ഷേ 12-ൽ ശുക്രൻ വരുമ്പോൾ പലപ്പോഴും ഒരു നല്ല ഫലം പറഞ്ഞിട്ടുണ്ട് ഹോരാചാര്യർ. സധനോന്തിയെ, ധനത്തോടു കൂടിയിരിക്കുന്ന ആളാകും അന്ത്യം 12-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വ്യാഴത്തോടു കൂടി ശുക്രൻ നിൽക്കുകയാണ്. അതിനാൽ പല നല്ല കാര്യങ്ങൾക്കുമായി ധാരാളം ധനം ചെലവാക്കാം. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷത്തിൽ മോക്ഷമാണ് 12-ാം ഭാവം. അതിനാൽ നന്നായി തൻ്റെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ അവിടെ പോവുക, അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. 4-ാം ഭാവം തന്നെ ധർമ്മദൈവമാണ്. ചതുർത്ഥനാഥസ്യതു ദൈവതം യത്, 4-ാം ഭാവത്തിലെ ദേവതകളെ ധർമ്മദൈവങ്ങളായി നാം കണക്കാക്കും. അതിനാൽ ഈ 12-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ദോഷത്തിന് പരിഹാരമായി ധർമ്മദൈവ സങ്കേതത്തിൽ അന്നം പ്രദേയം ബഹു, അവിടെ അന്നദാനം ചെയ്യുക. അല്ലെങ്കിൽ തൻ്റെ അടുത്തുള്ള ദേവാലയ സങ്കേതങ്ങളിൽ അന്നദാനം ചെയ്യുക. അവിടെ വിളക്കിലേക്ക് എണ്ണ തിരി കൊടുത്ത് ഈ 12-ൽ ശുക്രൻ ഉണ്ടാക്കുന്ന ദോഷങ്ങളിൽ നിന്നും മോചനം വാങ്ങണം. പലപ്പോഴും ധാരാളം കാശ് വരും, പലപ്പോഴും നഷ്ടപ്പെടുകയും ചെയ്യും.
ചമത്കാരി എന്താണെങ്കിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: കഥാപ്യേതി വിത്തം വിലീയത നിത്യയം. ചിലപ്പോൾ ധനം ലഭിക്കുന്നു, പക്ഷേ പലപ്പോഴും കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്നു. ശിരോ ദ്വാദശേ കേളിസൽ ശർമ്മകർമ്മ. വിനോദത്തോടു കൂടിയുള്ള സത്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭൗതിക സുഖത്തിനുള്ള പല കാര്യങ്ങൾക്കും ധാരാളം കാശ് ചെലവാക്കും. അതിലൂടെ തനിക്ക് ധാരാളം സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള അവസരം വരികയും ചെയ്യും. 12ാമത്തെ ശുക്രൻ വരുമ്പോൾ പലപ്പോഴും ലക്ഷൂറിയസ് ആയ കാര്യങ്ങളിലൊക്കെ ധാരാളം കാശ് ചെലവാക്കും. കുടുംബത്തോടുകൂടി വലിയ ഉല്ലാസയാത്രകളൊക്കെ നടത്തി ധാരാളം കാശ് താൻ പൊടിച്ച് കളയും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് 12ലെ ശുക്രന്. ഇവിടെ രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കുക. രാത്രിയിൽ മഴക്കാലത്ത് സഞ്ചരിക്കുമ്പോൾ വാഹനം വഴിതെറ്റി അപകടത്തിൽപ്പെടും. ശുക്രൻ വാഹനത്തിൻ്റെ കാരകനാണ്. അപ്രകാരം നിങ്ങൾ ഏത് യാത്ര ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചുകൊള്ളൂ. വീട്ടിൽ സ്വർണം നഷ്ടപ്പെടും. സ്വർണം നഷ്ടപ്പെടുന്ന 26 ദിനങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹങ്ങളാണ്. അതിനാൽ ആഡംബരങ്ങൾ, വസ്ത്രം, രത്നങ്ങൾ, കാശ് ഇതൊക്കെ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെടും. ആരെങ്കിലും അടിച്ചു കൊണ്ടുപോകും. അതിനാൽ ധനപരമായ വിഷയത്തിൽ ശ്രദ്ധിക്കുക. തന്നെ വാഹനം ആരെങ്കിലും കട്ടുകൊണ്ടുപോകുക, ഇതൊക്കെ സംഭവിക്കും. 2 വീലർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും ആരെങ്കിലും കട്ടുകൊണ്ടുപോവുക, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുക, തനിക്ക് വാഹനങ്ങളെ കൊണ്ട് ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാവുക എന്ന ഫലങ്ങളൊക്കെ ഇതിന് പിറകിലുണ്ട്. ഇപ്പോൾ പലപ്പോഴും വാഹനം വർക്ക്ഷോപ്പ് കയറ്റി. ഇവിടെ വർക്ക്ഷോപ്പിൻ്റെ ഓണർ നമുക്ക് പല നിർദ്ദേശങ്ങൾ തരും. സാറേ ഇതൊന്ന് മാറ്റിയാൽ നല്ല ഇപ്രകാരം ഒരു അൾട്രേഷൻ നമുക്ക് ചെയ്യാം, ഈ രീതിയിൽ ചെയ്യാം, നമുക്ക് സീറ്റ് മാറ്റാം, നല്ല സീറ്റ് നമുക്ക് ചെയ്യാം, ഇതൊക്കെ പറഞ്ഞ് ധാരാളം കാശ് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന 26 ദിനങ്ങളാണ് മുന്നിലുള്ളത്. ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഗുണാനാംജ കീർത്തേഹേ ക്ഷയം മിത്രവൈരം. ശത്രുക്കൾ നശിച്ചു പോകും. 4ാം ഭാവം സുഹൃത്തുക്കളാണ്. അവർ തനിക്ക് ശത്രുക്കളായി ഭവിക്കുന്നു. അപ്രകാരം തനിക്ക് അതുവരെ ലഭിച്ചിരുന്ന നല്ല ഗുണങ്ങൾ, ഗുഡ് ക്വാളിറ്റീസ്, നന്മകൾ, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാൽ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടാകുന്നു. ജനാനാം വിരോധം സദാസോ കരോതി. ഇദ്ദേഹത്തിന് ജനങ്ങളുമായി വിരോധമുണ്ടാകുന്നു. ജനങ്ങൾ തന്നെ വിരോധിക്കുന്നു. അതിനാൽ സൗഹൃദങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുക. 26 ദിവസം അനാവശ്യമായ വിവാദങ്ങളിൽ ഒന്നും പോകരുത്. ധർമ്മദൈവ സംഘത്തിൽ പോവുക. അവിടെ വിളക്കിലേക്ക് എണ്ണ തിരിയൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുക? ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങലാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി കർക്കിടക രാശിക്കാർ യജ്ഞിക്കണം. നിർബന്ധമായും നല്ല ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ ശത്രുസംഹാര കുരുതി ചെയ്യുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രയാസങ്ങളുണ്ടാകാൻ പാടില്ല. ഐക്യമത്യ അർച്ചനയും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്കും ശോഭനമായ നല്ല 26 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.